എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാമെന്ന് വെച്ചു. കാരണം ഇനി നിങ്ങളെ എല്ലാവരും ഓരോരോ വഴിക്ക് കാണണം. അപ്പം ഇനി എല്ലാവരും ഇനി ഇങ്ങനൊരു സദസ്സിൽ ഇനി ഒരുമിച്ച് കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു നമ്മൾ മനസ്സിലാക്കിയുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും ഒന്ന് പറയാമെന്ന് വെച്ചു. അപ്പോൾ ഇപ്പോൾ ഇതിലിരിക്കുമ്പോൾ ഒരുപാട് ഡൈവേഴ്സായിട്ട് ഇമോഷൻസിലൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നുണ്ടാവുക. കാരണം ചില ആൾക്കാർ ഫിലിംസ് നല്ല രീതിയിൽ ചെയ്ത് കിട്ടുമെന്ന് ഉറപ്പുള്ളവരുണ്ടാവും, എന്താവുമെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നവരുണ്ടാവും, വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റാതെ ഇരുന്ന് കുറച്ച് അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനെ ഒരുപാട് ഡൈവേഴ്സ് ഇമോഷൻസിലൂടെ എല്ലാവരും കടന്നു പോകുന്നുണ്ടാവും. ഇതിൽ ഇരിക്കുന്നവരിന് ഒരുപാട് ഡൈവേഴ്സ് ഇമോഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മളൊക്കെ ഈ ഇമോഷൻസിലൂടെ തന്നെ കടന്ന് പോയിട്ട് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചെറിയൊരു കാര്യങ്ങൾ പറയാമെന്ന് വെച്ചു. അപ്പോൾ ഒരു 1.5-2 ആഴ്ചക്കുള്ളിൽ റിസൾട്ട് വരും. ഒരു മിക്കവാറും ഒരു വൈകുന്നേരങ്ങളിലൊക്കെ ആവും PDF-ൻ്റെ എക്സാമിൻ്റെ PDF വരിക. അപ്പോൾ അതിങ്ങനെ എടുത്ത് നോക്കും, ഡൗൺലോഡ് ചെയ്യും. നമ്മളെ ഹാൾ ടിക്കറ്റ് നമ്പർ ഇങ്ങനെ ഓരോ നമ്പറായിട്ട് അടിക്കും തോറും ഇങ്ങനെ ടെൻഷൻ കൂടി വരും. അങ്ങനെ കൂടി അവസാനം എത്തുമ്പോൾ ചിലപ്പോൾ 1 റിസൾട്ട് ഫൗണ്ട് എന്ന് കാണും, ഭയങ്കര സന്തോഷമാവും. ചിലപ്പോൾ നോ റിസൾട്ട്സ് ഫൗണ്ട് എന്ന് കാണും, ഭയങ്കര സങ്കടമാവും. അപ്പോൾ ഭയങ്കര എക്സ്ട്രീം, ആ ഒരു 10 സെക്കൻഡിനുള്ളിൽ എക്സ്ട്രീമായിട്ടുള്ള ഇമോഷൻസാണ് നിങ്ങൾ അതിലൂടെ കടന്നു പോകാൻ പോകുന്നത്. അപ്പോൾ ഞാനെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് മെയിൻസ് ഉണ്ടായിരുന്നു. അന്ന് ആ വർഷം എനിക്ക് KS മെയിൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി KS മെയിൻസ് ആയിരുന്നു അന്ന് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ വിചാരിച്ചത് KS ആകുമ്പോൾ അന്ന് ആർക്കും ഒരു ഐഡിയ ഇല്ല, മറ്റേത് ഇന്ത്യ മൊത്തമുള്ള എക്സാമാണ്, ഇത് ആർക്കും ഒന്നും അറിയില്ല, അപ്പോൾ കുറച്ചും കൂടി ചാൻസ് ഉണ്ടോ, പിന്നെ ഓപ്ഷനിലില്ല, അങ്ങനെയൊക്കെ വെച്ചാൽ അത് നോക്കി. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞ് ഒരേ സമയത്തായിരുന്നു KS മെയിൻസും UPSC മെയിൻസും ഒരുമിച്ചായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് KS മെയിൻസ് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പിയർ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇതൊക്കെ, കാരണം KS മെയിൻസിൻ്റെ ഒരു പാറ്റേൺ എന്താ വെച്ച് കഴിഞ്ഞാൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഉണ്ടായിരുന്നു, 1 വേർഡ് ആൻസേഴ്സൊക്കെ പോലെ. നമ്മൾ വിചാരിക്കും ഇതൊക്കെ കിട്ടി ശരിയായി. നമ്മളിങ്ങനെ പിയർ ഗ്രൂപ്പിനോട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളങ്ങനെ വിചാരിക്കും ഇതൊക്കെ ശരിയായി, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും കിട്ടും. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇൻ്റർവ്യൂ ഇതേപോലെ PDF വരും, കിട്ടിയില്ല. അപ്പോൾ ഒബ്വിയസ്ലി ഡിസപ്പോയിൻറ്റഡ് ആയി. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതിൽ പലരും ആ സ്റ്റേജിലൂടെ കടന്നു പോകും. കാരണം സിവിൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കിട്ടിയ ആൾക്കാർ അല്ലെങ്കിൽ വിജയിച്ച ആൾക്കാർ അവരെ ഗ്ലോറിഫൈ ചെയ്യുക എന്നല്ലാതെ ഈ തോറ്റ ആൾക്കാർ അവരെന്ത് ചെയ്യുന്നു, അവരെങ്ങനെ ഇതിനെ സക്സസ്സിനെ, അവരെങ്ങനെ ഈ ഫെയിലിയേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് ശരിക്കും നമ്മളെവിടെയും അതിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ്സോ നമ്മൾ തോൽക്കാൻ എവിടെയും പഠിക്കുന്നില്ല. ആക്ച്വലി പ്രത്യേകിച്ച് നമ്മളൊരു ജനറേഷൻ നമ്മളൊക്കെ പെട്ടെന്ന് എല്ലാതും ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനിലൂടെ കടന്നു വന്ന ആൾക്കാരാണ്. എന്ത് സാധനം വിചാരിക്കുന്നു കിട്ടുന്നു. ഒരു പഴയ തലമുറ പോലെ ഒരുപാട് കഷ്ടപ്പെട്ടൊന്നും നേടേണ്ട ആവശ്യം നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും പ്രത്യേകിച്ച് ഇതിലൊരു കോളേജ് കഴിഞ്ഞിട്ട് ഇല്ല സ്ട്രെയിറ്റ് ഔട്ട് ഓഫ് ദ കോളേജിലെ ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് അവരോട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കോളേജ് വരെ നമ്മൾ ലൈഫിനൊരു കംഫർട്ട് സോണിലാണ്. പിന്നെ കോളേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലോകത്തിന് മുന്നിലേക്ക് എറിയപ്പെട്ടു. പിന്നെ അവിടെ എത്തി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ട്രൈ ചെയ്യുന്നതോറും ഫെയിലിയേഴ്സ് ഉണ്ടാവും. നമ്മൾ എന്ത് ഓപ്പർച്യൂണിറ്റി ട്രൈ ചെയ്യുന്നതോറും ഫെയിലിയേഴ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ ഫെയിലിയേഴ്സ് ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അടങ്ങി ഒതുങ്ങിയ ഒരു സൈഡിലിരിക്കണം, നമുക്കൊന്നും ട്രൈ ചെയ്യും. അപ്പോൾ എന്തെങ്കിലും സംഭവം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഫെയിലിയർ ഉണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും ഇപ്പം ഞാനെപ്പോഴും എന്നെ ചെറുപ്പത്തിൽ വരെ ഫാസിനേറ്റ് ചെയ്തുള്ളത് സ്പോർട്സാണ്. കാരണം സ്പോർട്സ് നമ്മളെ ഈ ഒരു ഫെയിലിയേഴ്സിൻ്റെ കാര്യമായാലും സ്പോർട്സാണ് ഏറ്റവും വലിയ ടീച്ചർ. കാരണം ഒരു കളി കഴിയുമ്പോൾ ഒരാൾ ജയിക്കുന്നത് ഒരാൾ തോൽക്കുന്നത്, മിക്കവാറും എല്ലാ കളിയും അങ്ങനെയാണ്. അപ്പോൾ അവിടെയാണ് തോറ്റിപ്പോൾ IPL പോലൊരു ടൂർണമെൻറ്റൊക്കെ ആണെങ്കിൽ കളി തോറ്റു 2 ദിവസത്തിനുള്ളിൽ റിട്ടേൺ വരികയാണ്. അവിടെ നിന്ന് ആലോചിച്ചിരിക്കാൻ ടൈമില്ല. നമ്മൾ ആലോചിച്ചിരുന്ന് തോറ്റു, ഇങ്ങനെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെ എത്താൻ പോകുന്നില്ല. അപ്പോൾ എങ്ങനെ തോൽക്കാൻ പഠിക്കുന്നത്, തോൽവിയിൽ നിന്ന് എങ്ങനെ തിരിച്ചു വരാൻ പഠിക്കുന്നത് എന്നുള്ളതും കൂടി നമ്മൾ സിവിൽ സർവീസ് ജേണിയിൽ പഠിക്കണം. ശരിക്കും ഫസ്റ്റൊക്കെ നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊരു ഓറിയൻറ്റേഷൻ സെഷനായിട്ട് നമ്മൾ ചെയ്യേണ്ട നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. കാരണം 10 ലക്ഷം ആൾക്കാർ എഴുതുന്ന എക്സാം നമ്മളൊക്കെ എത്രത്തോളം സിൻസിയറായിട്ട് നമ്മളെ അത്രമാത്രം ഹാർഡ് വർക്കും എഫേർട്സും ഒക്കെ പുട്ടിതാൽ പോലും അവസാനം കിട്ടാൻ പോകുന്ന 1000 പേർക്കാണ്. അപ്പോൾ ആ ഒരു ദിവസത്തെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ബാധിക്കും. നമ്മുടെ സ്പോർട്സ് തന്നെ ഏത് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാലും, ഇപ്പോൾ സ്പോർട്സ് ഇപ്പോൾ ക്രിക്കറ്റ് പറയാം. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ തുടങ്ങിയ ഫസ്റ്റ് ഏകദിനത്തിൽ സച്ചിന് 0 സച്ചിൻ 0 വെച്ച് സച്ചിൻ ഇനി ഞാൻ കളിക്കുന്നില്ല എന്ന് പറഞ്ഞ് സച്ചിൻ പോകുന്നില്ല. സച്ചിൻ പിന്നീട് കളിച്ച് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും 400 ഏകദിനം കളിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്ത്യ കണ്ട ഏറ്റവും അല്ലെങ്കിൽ ലോകം കണ്ട ഏറ്റവും മികച്ച ബാറ്റ്സ്മാനാണ്. അതുപോലെ തന്നെ
ഇപ്പോൾ സച്ചിൻ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ വേറെ ധോണി എടുക്കുകയാണെങ്കിൽ, ധോണിയുടെ ഫസ്റ്റ് ഏകദിന കളികൾ കണ്ടിട്ടുണ്ടോ അറിയില്ല. ഫസ്റ്റ് ഏകദിനത്തിൽ ധോണി 0 ധോണി 0 മടങ്ങി ധോണി തിരിച്ചു പോകുമ്പോൾ ധോണി പറയുന്നുണ്ട്, ഇനി എനിക്കൊരു അവസരം കിട്ടുമോ എന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. കാരണം ഇന്ത്യൻ ടീമിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 ആൾക്കാരാണ്. അവിടെ എത്തി എനിക്ക് അവസരം കിട്ടി. ഫസ്റ്റ് ബോൾ ധോണി 0 ധോണി ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇനി ക്രിക്കറ്റ് പോട്ടെ, ഇനി ഞാൻ പറയുന്നത് ഫുട്ബോളിലേക്ക് പോയാൽ പോലും ഇപ്പോൾ ലയണൽ മെസ്സിയുടെ ഫസ്റ്റ് കളി അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ച ഫസ്റ്റ് കളിയിൽ ലയണൽ മെസ്സി ഇറങ്ങുന്നു. ഞാൻ ആ കളി ലൈവായി കണ്ടുകൊണ്ട് പറയണം. ലയണൽ മെസ്സി ഇറങ്ങുന്നു. രണ്ടാമത്തെ ഹാഫിൽ ലയണൽ മെസ്സി ഇറങ്ങി 30 സെക്കൻഡ് പോലും ലയണൽ മെസ്സി കളിക്കുന്നില്ല. മെസ്സി കളിക്കാതെ റെഡ് കാർഡ് കിട്ടി മെസ്സി പോവുകയാണ് 30 സെക്കൻഡ്. എന്നിട്ട് മെസ്സി കരഞ്ഞിട്ടാണ് മെസ്സി പോകുന്നത്. ആ മെസ്സി ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. മെസ്സിയുടെ കരിയർ അവിടെ മാത്രമല്ല, 2014 വേൾഡ് കപ്പ് ഫൈനലിൽ ഇതേപോലെ ഒരു ഗോളിന് പിന്നിൽ നിൽക്കുകയാണ്. അർജന്റീനയും ജർമ്മനിയും തമ്മിലുള്ള കളിയിൽ ഒരു ഗോളിന് പിന്നിൽ നിൽക്കുമ്പോൾ മെസ്സി ഇതേപോലെ ഫ്രീ കിക്ക് എടുക്കാൻ പോകുന്നുണ്ട്. ഒരു ഗോളിന് 2 മിനിറ്റ് കളി ബാക്കിയുള്ളൂ. വേൾഡ് കപ്പ് ഫൈനലാണ്. അപ്പോൾ അന്നത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു കമൻട്രി പീറ്റർ ട്രൂരൻ, ഇവിടെ അറിയുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, മെസ്സി ഇവിടെ നിന്ന് ഒരുപാട് കിക്ക് എടുത്ത് ഗോൾ അടിച്ചിട്ടുണ്ട് ഇതിന് മുന്നേ, പക്ഷേ ഇന്ന് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സി ഇതാക്കുന്നുണ്ട്. മെസ്സി ഇതേപോലെ കിക്ക് എടുത്തിട്ട് പുറത്തേക്ക് പോകുമ്പോൾ മെസ്സി ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി പോകുന്നൊരു സീനുണ്ട്, ഇനി എനിക്കൊരു അവസരം കിട്ടുമോ എന്നറിയാതെ. അങ്ങനെ 2014 കഴിഞ്ഞു. 2016 മെസ്സി ഇതേപോലെ ഒരു കോപ്പ അമേരിക്ക ഫൈനൽ കളിക്കുന്നു, തോറ്റ് മെസ്സി പറയുന്നു, ഞാനിനി അർജന്റീന ജയിച്ചു, ഞാനിനി കളിക്കാൻ പോകുന്നില്ല എന്ന തീരുമാനം പറയുന്നു. അങ്ങനെ മെസ്സി പറയുമ്പോൾ ഒരു കുട്ടി അദ്ദേഹത്തിന് ചെയ്യുന്നൊരു കത്തുണ്ട്, മെസ്സി നിങ്ങൾ തിരിച്ചു വരണം, കാരണം നിങ്ങൾ ലോകം കണ്ട ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളാണ്, നിങ്ങൾക്ക് എല്ലാവിധ ഫെസിലിറ്റീസും കാര്യങ്ങളും ഉണ്ട്, നിങ്ങൾ തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ട് മെസ്സിക്കൊരു കുട്ടി കത്തെഴുതി മെസ്സി തിരിച്ചു വരുന്നു. മെസ്സി 2022 വേൾഡ് കപ്പ് ഫൈനലെടുത്ത് കപ്പെടുത്തു പോകുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് സ്പോർട്സിലായാലും എവിടെ ആയാലും തോൽവി ഇതിൻ്റെ ഭാഗമാണ്. പക്ഷെ തോറ്റ് നിങ്ങൾ മാറി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എന്താ പറയുക, എന്നെക്കൊണ്ട് ആവില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നീട് അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് എന്താ പറയുക സ്പോർട്സും കാര്യങ്ങളും എല്ലാ എക്സാമ്പിൾസും നമ്മൾ എടുത്തിട്ട് റിസൾട്ട് എന്തോ ആവാം, എവിടെ പോവുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അനുസരിച്ച് വരില്ല. ഇപ്പോൾ എന്താണ് ചിലപ്പോൾ വിചാരിച്ച് പോയ കാര്യങ്ങൾ നടക്കണമെന്നില്ല, പക്ഷേ നിങ്ങൾക്ക് അതിനോട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ സ്റ്റിക്ക് ചെയ്യണം. റിസൾട്ട് ഇന്നല്ലെങ്കിൽ നാളെ, ചിലപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അത് വരും. കാരണം നമുക്കൊക്കെ ഹാർഡ് വർക്ക് ചെയ്യാം, പ്രോസസ് ട്രസ്റ്റ് ചെയ്യാം എന്നല്ലാതെ റിസൾട്ട് ആർക്കും ഗ്യാരണ്ടീഡ് അല്ല. അപ്പോൾ നമ്മൾ റിസൾട്ട് അതിൽ ഇത് ചെയ്യുക. പിന്നീട് എന്താ പറയുക, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ആത്മാർത്ഥ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വരും. അതുപോലെ ഇനി അക്കാഡമിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ 2 ദിവസം മുന്നേ ഇർഷാദ് സാറെ കണ്ടപ്പോൾ ഇർഷാദ് സാറ് പറയുന്നു, എല്ലാവർക്കും ഓരോ ഡെസ്റ്റിനി ഉണ്ട് ആക്ച്വലി. ഇപ്പോൾ നമുക്കൊക്കെ എന്താവും എന്ന് ഡെസ്റ്റിനി എന്താണെന്ന് അറിയില്ല. അപ്പോൾ സാറിപ്പോൾ ഇത്രയും കാലം UPSC ട്രൈ ചെയ്തു, കിട്ടിയില്ല. പക്ഷെ സാറെ ഡെസ്റ്റിനി ചിലപ്പോൾ ഇവിടെ വരണം, പെരിന്തൽമണ്ണ ഈ ഒരു അക്കാഡമിയിൽ വരണം, ഇവിടെ വന്ന് ഇവിടുത്തെ ഇതിൻ്റെ ഭാഗമാകണം, ലീഡർഷിപ്പ് ഗ്രൂപ്പിലാവണം എന്നുള്ളത് ആയിരിക്കും സാറെ ഡെസ്റ്റിനി എന്ന് ഞാൻ പറയുന്നു. കാരണം നമുക്കൊന്നും അറിയില്ല നമ്മുടെ ഡെസ്റ്റിനി എന്താണെന്ന്. തോൽക്കും നമ്മൾ വിചാരിക്കും ഓക്കെ ദിസ് ഇസ് ദ എൻഡ് ഓഫ് ദ വേൾഡ്. അതല്ല, ചിലപ്പോൾ പിന്നീട് നമ്മൾ ട്രൈ ചെയ്യുന്ന കുറേ കാര്യങ്ങളാവും. ചിലപ്പോൾ നമുക്ക് എന്താ പറയുക കൂടുതൽ എന്താ പറയുക, ഇപ്പോൾ സാറെ കേസിലായാൽ പോലും സാർക്ക് ചിലപ്പോൾ ഇനി ഒരു 10-20 വർഷം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ സാർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ പോകുന്നത് ചിലപ്പോൾ സിവിൽ സർവീസ് കിട്ടിയതിനേക്കാൾ ഉപരി ഇതിൻ്റെ ലീഡർഷിപ്പിൽ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതോ. കാരണം ഈ അക്കാഡമി എന്ത് റിസൾട്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, എന്തെന്നെ ആയാലും ഈ അക്കാഡമി ഒരു വലിയ സംഭവമാകും. അത് 10 years down the line, 20 years down the line അതാവും. കാരണം മലപ്പുറവും കോഴിക്കോടും പോലെയുള്ള സ്ഥലങ്ങളിലൊന്നും നമുക്ക് ഒരുപാട് പഠിക്കാനുള്ള കുട്ടികളുണ്ടെങ്കിലും അവർക്ക് വേണ്ട ഒരു ഫെസിലിറ്റീസ് ഇല്ല ആക്ച്വലി. അപ്പോൾ ഇതൊരു വലിയ സംഭവമാവും.